ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ മൗറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റാങ്കുലവുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശ് സന്ദർശിക്കും. സ്വസ്ഥ നാരി സശക്ത് പരിവാർ പദ്ധതിക്ക് തുടക്കം കുറിക്കും. ഈ വർഷത്തെ റാബി കാലയളവിൽ 362.5 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യ ഉൽപാദനം ലക്ഷ്യമിടുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യ US വ്യാപാര കരാർ പൂർത്തിയാക്കാൻ ധാരണ. വാണിജ്യ വകുപ്പ് US വ്യാപാര പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ബംഗ്ലാദേശിന് 8 റൺസ് ജയം. വാർത്തകൾ വിശദമായി. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റാങ്കുലം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൗറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ അയൽപക്കം ആദ്യം നയം, മഹാസാഗർ ദർശനം, ഗ്ലോബൽ സൌത്ത് ആശയം എന്നിവയിൽ മൗറീഷ്യസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. കേന്ദ്രമന്ത്രി JP നദ്ദ, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരെയും മൗറീഷ്യസ് പ്രധാനമന്ത്രി സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശ് സന്ദർശിക്കും. സ്വസ്ഥ നാരി സശക്ത് പരിവാർ പദ്ധതിക്കും 8ാമത് രാഷ്ട്രീയ പോഷണ മാഹ് പരിപാടിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. രാജ്യത്ത് നിന്ന് മയക്കുമരുന്ന് ശൃംഖലയെ തുടച്ചു നീക്കാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്ന് വിരുദ്ധ ടാസ്ക് ഫോഴ്സ് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ മേധാവികളുടെ 2ാം ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മയക്കുമരുന്ന് കച്ചവട സംഘങ്ങളെയും ഇന്ത്യൻ നിയമങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നടപ്പു വർഷത്തെ റാബി കാലയളവിൽ 362.5 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യ ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദേശീയ കാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷിമന്ത്രിമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷത്തേക്കാൾ 2.4% കൂടുതൽ ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. हमने 25-26 के लिए जो लक्ष्य तय किया है, पिछले साल चूंकि ये था 341.55 मिलियन टन, अगले साल के लिए हमने तय किया है 362.50 मिलियन टन. ये हमारा लक्ष्य है जो इस साल की उपलब्धि से 2.4% अधिक है. പരസ്പരം പ്രയോജനകരമാകുന്ന തരത്തിൽ ഇന്ത്യ US വ്യാപാര കരാർ പൂർത്തിയാക്കാൻ ധാരണ. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ US വ്യാപാര പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ വാണിജ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കരാറിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ചകൾ ഫലപ്രദമായിരുന്നതായി മന്ത്രാലയം അറിയിച്ചു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയാണ് കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര സേവാ പർവ് പരിപാടിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഗായിക ആശാ ഭോസ്ലെ സംസാരിക്കുന്നു. നിസ്വാർത്ഥതയും അച്ചടക്കവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വിജയത്തിന് പിന്നിലെന്ന് ഗായിക ആശാ ഭോസ്ലെ പറഞ്ഞു. इस 10 साल में हिंदुस्तान खुशहाल है क्योंकि मोदी जी जैसे लोग हैं. सारा भारत उनकी फैमिली है, तो वो ऐसे ही कहते हैं और मुझे ऐसा ही लगता है. किसी को स्वार्थ होता है तो अपने लोगों के लिए स्वार्थ होता है, खुद के लिए नहीं होता है. तो उनके लिए उनका वैसा है नहीं कुछ स्वार्थ के लिए. उनका डिसिप्लिन मुझे बहुत अच्छा लगता है. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ വ്യക്തികളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം ലോക പ്രശംസ നേടുകയാണ്. ശുചിത്വവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ലക്ഷ്യമിട്ട് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഇന്ന് തുടക്കമാകും. ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ നീളുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. കേരളത്തിൽ ശുചിത്വോത്സവം എന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും മാലിന്യം കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി വൃത്തിയാക്കും. ശുചീകരണ തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പും നടത്തും.
പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളിലൂടെ ട്രാക്ടറുകളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും നികുതി കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം കർഷകർക്ക് ആശ്വാസമാകുന്നു. വിവിധ കാർഷിക ഉപകരണങ്ങളുടെ GST 12% നിന്ന് 5% കുറച്ചത്. പുതിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്രം ചലോ ജീത്തേ ഹൈ രാജ്യവ്യാപകമായി റിലീസ് ചെയ്യുന്നു. ഇന്നു മുതൽ ഒക്ടോബർ 2 വരെ പ്രത്യേക പ്രദർശനമുണ്ടാകും. സ്വാമി വിവേകാനന്ദന്റെ തത്വചിന്ത വ്യക്തമാക്കുന്ന ചലച്ചിത്രം 2018 ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ഷോർട്ട് ഫിലിമുകളിലൊന്നാണ്. സ്കൂളുകളിലും 500ഓളം സിനിമാശാലകളിലും ചിത്രം പ്രദർശിപ്പിക്കും. ഇന്ത്യ-US സഹകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭങ്ങളിലൊന്നാണ് ISROയും നാസയും തമ്മിലുള്ള പങ്കാളിത്തമെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ ക്വത്ര വാഷിംഗ്ടണിൽ ഇന്ത്യ-US ബഹിരാകാശ സഹകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The future is clearly bright. India is looking at its own manned mission to moon, but also its own space program, which we are expecting to be ready between 2028 and 2035. Its own space station, and of course the Gaganyaan mission. And in all this, NASA has truly been really an exemplary partner for us. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനം തുടരുകയാണ്. മണിപ്പൂരിലും വെള്ളപ്പൊക്ക സ്ഥിതി ഗുരുതരമായി തുടരുന്നു. ഇംഫാൽ ഈസ്റ്റ്, തൗബൽ ജില്ലകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. മണിപ്പൂരിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും സംസ്ഥാന സർക്കാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 15ാം കേരള നിയമസഭയുടെ 14ാമത് സമ്മേളനം ഇന്നും തുടരും. 2025 ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. ഒക്ടോബർ 10 വരെ നടക്കുന്ന സമ്മേളനത്തിൽ 12 ദിവസമാണ് സഭ ചേരുക. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ബംഗ്ലാദേശിന് 8 റൺസിന്റെ ജയം. 155 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ നിശ്ചിത ഓവറിൽ 146 റൺസ് എടുത്ത് എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇതോടെ ബംഗ്ലാദേശ് സൂപ്പർ 4 പ്രതീക്ഷ നിലനിർത്തി. ഇന്ന് നടക്കുന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ പാകിസ്ഥാൻ UAE നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് മത്സരം ആരംഭിക്കും. ജപ്പാനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഉച്ചകഴിഞ്ഞ് 3:40 മത്സരം. നാളെ നടക്കുന്ന ഫൈനലിൽ 12 സ്ഥാനങ്ങൾക്കായി ആകെ 37 അത്ലറ്റുകൾ മത്സരിക്കും. വനിതാ ജാവലിൻ ത്രോയിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് അനു റാണി മത്സരിക്കും. വനിതാ യോഗ്യതാ റൌണ്ടുകൾ വെള്ളിയാഴ്ച നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്നലെ ടെലിഫോണിൽ ആശയവിനിമയം നടത്തി. സമഗ്രവും ആഗോളവുമായ ഇന്ത്യ-US പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ട്രംപിനെ പോലെ താനും പ്രതിജ്ഞാബദ്ധനാണെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് ട്രംപ് ജന്മദിനാശംസകൾ നേർന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്നു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP 14 ദിവസത്തെ സേവാ പഖ്വാഡ പരിപാടിയും സംഘടിപ്പിക്കുന്നു. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ബോംബാക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ദോഹ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞയാഴ്ച ഖത്തർ തലസ്ഥാനത്ത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിലാണ് ഉന്നത നയതന്ത്ര സന്ദർശനം നടന്നത്. വാഷിംഗ്ടണും ഖത്തറും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തി വരികയാണെന്നും റൂബിയോ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മൊറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മൊറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റാങ്കുലുവുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശ് സന്ദർശിക്കും. സ്വസ്ഥ നാരി സശക്ത് പരിവാർ പദ്ധതിക്ക് തുടക്കം കുറിക്കും. ഈ വർഷത്തെ റാബി കാലയളവിൽ 362.5 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യ ഉൽപാദനം ലക്ഷ്യമിടുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യ-US വ്യാപാര കരാർ പൂർത്തിയാക്കാൻ ധാരണ. വാണിജ്യ വകുപ്പ് US വ്യാപാര പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തി.
സംസ്ഥാനത്ത് ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ബംഗ്ലാദേശിന് 8 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.